ശ്രീ സജീവൻ, പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ച പോലെ പക്ഷേ അങ്ങനെ ഒരു ബഹുജന ശ്രദ്ധ വരേണ്ട ഒരു ഇത്തരം വിഷയങ്ങൾ അത് ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മാധ്യമങ്ങൾക്കും വലിയൊരു പങ്കുണ്ട്. എന്നാൽ നോക്കൂ, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇത് കൂടുതലായി കേരളത്തിൻ്റെ ഈ പൊതു ആവശ്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിലെ മാധ്യമങ്ങൾ എത്രമാത്രം താല്പര്യം കാട്ടുന്നുണ്ട്, ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ചർച്ചയിൽ നിശ്ചയമായൊരു BJP പ്രതിനിധി ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ആ പാർട്ടിക്ക് ഇന്ന് ഈ ചർച്ചയോട് യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രതിനിധിയില്ല. മറുഭാഗത്ത് മുമ്പ് പറഞ്ഞ പോലെ UDF-ൽ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണ് എന്ന പ്രശ്നം നിൽക്കുന്നു. അപ്പോൾ ജനകീയമായ പ്രശ്നങ്ങളെ, ഇത്തരം വിഷയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന കേരളത്തിൻ്റെ സവിശേഷമായ ഒരു സാധ്യതയെ വല്ലാതെ പിന്നോട്ടടിപ്പിക്കുന്നുണ്ടോ ഇന്നത്തെ പൊതു അന്തരീക്ഷം? ഒന്നാമത്തെ കാര്യം. രണ്ട്, നോക്കൂ, ഇപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ഇന്നത്തെ പ്രധാന കാര്യമെന്ന് പറയുന്നത് ഈ ദുരന്തബാധിതരായ മനുഷ്യരുടെ ഈ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഈ ഓണക്കാലം നോക്കൂ, ഈ ഓണക്കാലത്ത് അർഹരായ ജനവിഭാഗങ്ങളിലേക്ക് കാര്യമായി പണമെത്തിച്ച് വിപണിയിൽ ഇടപെട്ട് ഓണത്തെ മെച്ചപ്പെട്ട ഒരു ഓണക്കാലമാക്കി കേരളം മാറ്റുമ്പോൾ ഇതുപോലെ ദുരന്തബാധിതരുടെ ഈ വായ്പ എഴുതിത്തള്ളുന്ന ഒരു കേന്ദ്ര അനുകൂല സമീപനം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം മികവുറ്റതാകുമായിരുന്നു, എത്രമാത്രം ആശ്വാസം ഈ നാടിനുണ്ടാകുമായിരുന്നു, സാധാരണക്കാർക്കുണ്ടാകുമായിരുന്നു. അത്തരമൊരു സാധ്യതയും അത്തരം അവകാശവും കൂടിയല്ലേ ഇവിടെ നിഷേധിക്കുന്നത്? ശരത്ത്, അത് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു അത്ഭുതവുമില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കേന്ദ്രം പ്രഖ്യാപിച്ചൊരു കാര്യമാണ് ഇരട്ട എഞ്ചിൻ എന്നൊരു വാക്ക്. ഇരട്ട എഞ്ചിൻ എന്ന് പറയുന്നത് കേന്ദ്രം ഭരിക്കാൻ ഞങ്ങൾക്ക് അവകാശം കിട്ടിയാൽ മാത്രം പോരാ, അതത് സംസ്ഥാനങ്ങൾ കൂടി ഭരിക്കാനുള്ള അവകാശം കിട്ടിയാൽ മാത്രമേ ആ പ്രദേശങ്ങളിൽ വികസനം ഉണ്ടാവുകയുള്ളൂ. അത് വളരെ കൃത്യമായിട്ട് ഇരട്ട എഞ്ചിൻ പ്രയോഗം ആ പദപ്രയോഗം ആദ്യമായിട്ട് നടത്തിയിട്ടുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, അതിന് പിന്നാലെ എല്ലാ BJP നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ഇത് തന്നെ ആവർത്തിക്കുന്നത്, ഇരട്ട എഞ്ചിൻ വേണം. അതായത് നിങ്ങളിപ്പോൾ ഇവിടുന്ന് കേരളത്തിലെ മുഴുവൻ MP-മാരെയും 20 MP-മാരെയും വിജയിപ്പിച്ചുകൊണ്ട് കാര്യമായില്ല, കേരളത്തിന്റെ ഭരണം കൂടി ഞങ്ങൾക്ക് കിട്ടണം. ഒന്നേ ഉള്ളൂ, ഇനി 20 പേരെ ജയിപ്പിച്ചാലും പോരാ, കേരളത്തിന്റെ ഭരണം കൂടി കിട്ടണം. അത് അതേപോലെ ഓരോ സംസ്ഥാനങ്ങളിലും ഞങ്ങൾക്ക് ഭരണം കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയാൽ അവിടെ വികസനം വരും. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഈ വയനാട്ടിൽ ദുരന്തം ഉണ്ടായ സമയത്ത് പ്രധാനമന്ത്രി വന്നു, അനിൽകുമാർ പറഞ്ഞ പോലെ ഈ കുട്ടികളെ കൈ പിടിച്ച് ഒരുമിച്ച് നിർത്തിയിട്ട് ഉമ്മ വയ്ക്കുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു എന്നു. പണം ഇവിടെ ഈ ദുരന്ത ബാധിത പ്രദേശത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ പണം ഒരു പ്രശ്നമേ അല്ല എന്ന് അദ്ദേഹം പറയുന്നു. മറ്റാരുടെയും കയ്യിലുള്ള കാശ് കൊണ്ട് ചെയ്യാനല്ലല്ലോ പറയാം. നമ്മളൊരു കാര്യത്തിന് നിങ്ങൾ വിഷമിക്കേണ്ട, സാമ്പത്തികമായിട്ടൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ആ ആളുകളെ സഹായിക്കാമെന്നാണ്. ഇത് പറഞ്ഞു പോയ ആളാണ് പ്രധാനമന്ത്രി. അദ്ദേഹം ഇവിടെ ഇത്തരം കാര്യങ്ങൾ, വയനാട്ടിലെ കാര്യങ്ങൾ മുഴുവൻ പഠിച്ച് റിപ്പോർട്ട് നൽകാനായിട്ട് ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രിയെ നിയോഗിച്ചു. വേറൊരു കേന്ദ്രമന്ത്രി അവിടെ വയനാട് കുറെ സ്വന്തം നിലയ്ക്ക് പോയിട്ട് അദ്ദേഹത്തിന്റെ ഒരു പഠനവും കഴിഞ്ഞു. ഇവരൊക്കെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. എന്തായാലും ജോർജ് കുര്യൻ ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ജോർജ് കുര്യന്റെ റിപ്പോർട്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അദ്ദേഹം കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്നിട്ടും ഒരു തരത്തിലും സഹായിക്കില്ല നിലപാടെടുക്കുന്ന, വന്നു കഴിഞ്ഞ് വിമാനത്തിൽ വന്ന് അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ കറങ്ങിയിട്ട് കണ്ണീർ കുറെ വാർത്തിട്ട് ചില നാടകങ്ങൾ കളിച്ച് പോയതല്ലാതെ ഇത് ചെയ്യില്ല. കാരണം ഇരട്ട എഞ്ചിൻ ഇവിടെ നിങ്ങൾ തരുന്നില്ല. നിങ്ങൾ ഒരു എഞ്ചിൻ പോലും ഞങ്ങൾക്ക് തരുന്ന ആകെ ഒരു MP, ലെഫ്റ്റനന്റ് ജയിച്ചു പോയ ഒരു MP ആണ്. നരേന്ദ്രമോദിക്കും അറിയാം, ജയിച്ചു പോയ MP-ക്കും അറിയാം ഇവിടെ ലെഫ്റ്റനാണ് ജയിച്ചതെന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെ ജയിച്ചു പോയ MP അല്ലാതെ കേരളം ഞങ്ങളെ പരിഗണിക്കുന്നതേ ഇല്ല. അടുത്ത കാലത്തൊന്നും ഞങ്ങളെ പരിഗണിക്കാൻ സാധ്യതയില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അവിടേക്കൊന്നും തരില്ല. ഞങ്ങൾ തരില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതൊരു തരത്തിൽ വെല്ലുവിളിയാണ്. സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളോട്, ഈ സംസ്ഥാന സർക്കാരിനോടല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനോടോ അല്ലെങ്കിൽ ഇവിടെയുള്ള LDF-നോടോ ഒന്നുമല്ല ഇവരുടെ വെല്ലുവിളി, ജനങ്ങളോട് വെല്ലുവിളി, ജനങ്ങളെ വെല്ലുവിളി. ഞങ്ങളെ ജയിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുത്തും. അതൊരു വലിയ കൃത്യം. അതുകൊണ്ടാണ് കോടതി പറഞ്ഞു, ഇപ്പൊ താങ്കൾ പറഞ്ഞില്ലേ, ബാങ്ക് വായ്പ, അതായത് എനിക്കറിയാവുന്ന എത്രയോ ആളുകൾ അവിടെ ഒരു സെന്റ് ഭൂമി പോലും അവശേഷിക്കാത്ത രൂപത്തിൽ പോയ ആളുകളുണ്ട്. ഞാൻ ഈ പലപ്പോഴും നമ്മുടെ ചർച്ചകളിൽ പറഞ്ഞ പോലെ പല അനുഭവങ്ങളും. അങ്ങനെയുള്ള ആളുകൾക്ക് 0 നിന്ന് തുടങ്ങണം എന്നാണ് അവർ പറയുന്നത്.
പൂജ്യത്തിൽ നിന്ന് തുടങ്ങേണ്ട ആളുകൾ ഇപ്പോഴുള്ള വായ്പയും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് എങ്ങനെ അവർ പൂജ്യത്തിൽ നിന്ന് പോലും അവർക്ക് തുടങ്ങാൻ കഴിയും? അപ്പോ അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ അങ്ങനെ ഗതികെട്ടിട്ട് നമ്മുടെ ശ്വാസം മുട്ടിച്ചിട്ട് അവസാനം തനിക്കാക്കി മാറ്റുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിലേക്കാണ് BJP കൊണ്ടുപോകുന്നത്. കാരണം എന്ത് വന്നാൽ പോയി വയനാട്ടിലെ സ്ഥിതി അറിയാം. വയനാട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് വയനാട് മണ്ഡലത്തിൽ കിട്ടിയ വോട്ടിനെ കണക്ക് നമുക്കറിയാം. വയനാട് നിയമസഭാ മണ്ഡലങ്ങൾ 3-ലും BJPയുടെ ഗതി എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. തദ്ദേശ സ്ഥാപനങ്ങളിൽ എന്താണ് സ്ഥിതി എന്നറിയാം. അപ്പൊ അവിടെയുള്ള ആളെ ജയിപ്പിച്ചിട്ട് അവരുടെ ആളുകൾ രക്ഷിച്ചിട്ട് കാര്യം? ഞങ്ങളെ പരിഗണിക്കാത്ത ആളുകളെ ഞങ്ങൾക്ക് വേണ്ട എന്ന കൃത്യമായ നിലപാടാണ് ഈ നരേന്ദ്രമോദി സർക്കാർ. അതിന് നമ്മളിപ്പോ എന്തെല്ലാം തരത്തിൽ പ്രതികരിച്ചാലും ഒരു കാര്യമില്ല. പിന്നെ പ്രതികരിക്കേണ്ട വയനാട്ടിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ മുന്നിൽ നിന്നിട്ട് സംസ്ഥാന സർക്കാരിന്റെയും മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ട അവിടെയുള്ള ലോക്സഭാംഗമാണ്. അവിടെ ലോക്സഭാംഗം ഈ സംഭവം ഉണ്ടായിട്ട് എപ്പോഴാണ് ഇവിടെ വന്നിട്ടുള്ളത്? ഈ ശരിക്കും പറഞ്ഞ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് അവർ എത്ര കൊമ്പത്തുള്ള ആളാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്നിട്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് അതിന്റെ ജനങ്ങളുടെ ഭാഗമായി മാറുകയാണ് വേണ്ടത്. വോട്ട് വാങ്ങിപ്പോയിട്ട് കാര്യമില്ല. അവർ വന്നിട്ട് എന്താണുള്ളത്? അവിടെ ഇപ്പോൾ അല്ല അവിടെ ശ്രീ സജീവൻ പറഞ്ഞതുപോലെ അവിടെ വയനാട് ലോക്സഭാംഗം എന്ന നിലയിലടക്കം രാഹുൽ ഗാന്ധിയൊക്കെ വാഗ്ദാനം ചെയ്ത വീടുകളുണ്ട്, കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുകളുണ്ട്, യൂത്ത് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുകളുണ്ട്. അതൊക്കെ ഇപ്പോഴും ആ വാഗ്ദാനങ്ങളായി മാത്രം നിൽക്കുകയാണ്. അതിൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല പിരിച്ച പണത്തിൻ്റെ കണക്ക് പോലും അവ്യക്തമാണ്. എവിടേക്കൊക്കെയാണ് ആ പണം പോയിട്ടുള്ളത്, ആരൊക്കെ തട്ടിയെടുത്തു, ആളുകളെ പണം കൊടുത്തവരെ എങ്ങനെയൊക്കെ വഞ്ചിച്ചു. യഥാർത്ഥത്തിൽ ആ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നത്തിൻ്റെ കേന്ദ്രബിന്ദുവിൽ അല്ലെങ്കിൽ അതിൻ്റെ മുഖ്യസ്ഥാനത്ത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി വന്ന് നിൽക്കുകയല്ലേ? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ സഹോദരി ഇവർ രണ്ടുപേരാണല്ലോ വയനാടിന്റെ പ്രതിനിധികളായിട്ട് കുറച്ചു കാലം ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള അവർ എന്ത് കാര്യമാണ് ഇതിനു വേണ്ടി വയനാടിന്റെ ഈ പ്രശ്നത്തിൽ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവിടെയുള്ള ആളുകളുടെ കഷ്ടതയെ മാറ്റുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു ഉള്ള ഒരു ചോദ്യമല്ലേ? ഇവിടെയുള്ള ബാക്കിയുള്ള MP-മാരുള്ള പ്രത്യേകിച്ച് LDF-ലെ MP-മാരുടെ ആണല്ലോ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയിട്ടുള്ളത്. അതല്ലാതെ ഇതിനു വേണ്ടി ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് ചെയ്താലും നരേന്ദ്രമോദിയോ അദ്ദേഹത്തിന്റെ സർക്കാരോ എന്തെങ്കിലും ഗുണം ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസവും എനിക്കില്ല. കാരണം അവരുടെ ലക്ഷ്യം അതാണ്. അവർക്ക് ഇരട്ട എഞ്ചിൻ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. പക്ഷെ ബഹളം ഉണ്ടാക്കാനെങ്കിലും വെറുതെ ഒച്ച വെക്കാനെങ്കിലും ഇവിടെയുള്ള വയനാടിന്റെ മുൻ MP ഇവർ എന്ത് ശ്രമമാണ് നടത്തിയിട്ടുള്ളത്? ജയിപ്പിച്ച് വിട്ട് ഭൂരിപക്ഷം കിട്ടിയതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജനങ്ങൾ അങ്ങനെ ഭൂരിപക്ഷം കൊടുത്ത് പ്രത്യാശയോടുകൂടി നിൽക്കുമ്പോൾ അവരുടെ കഷ്ടപ്പാടിന്റെ കൂടെ നിൽക്കാൻ ആ MP-ക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നീട് ജനപ്രതിനിധിയായിട്ട് നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അവിടെയുള്ള പ്രശ്നം, വയനാട്ടിലെ പ്രശ്നം നമുക്കറിയാവുന്നതാണ്. DCC ട്രഷററുടെ മരണം, അതിനുശേഷം ഇപ്പതാ ഒരു കോൺഗ്രസ് ഭാരവാഹിയുടെ വീട്ടില് ഈ കള്ളും മറ്റും ലഹരി പദാർത്ഥങ്ങളൊക്കെ കൊണ്ടിട്ടിട്ട് അങ്ങനെ ഈ പ്രശ്നങ്ങളാണ് അവിടെയുള്ള കോൺഗ്രസ്സുകാരുടെ താല്പര്യം. അതല്ലാതെ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് അവർക്കൊരു താല്പര്യമില്ല. ഈ തമ്മിൽ തല്ലും കുന്നായ്മയും മാത്രമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.